വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ഞാൻ എൻ്റെ കിച്ചൺ ചെറുങ്ങനൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കാണിക്കാം. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇതൊരു ചെറിയ ക്രോക്കറി ഷെൽഫാണ്. കണ്ട, താഴെ വരെ എനിക്ക് പാത്രങ്ങൾ വെക്കാം. അപ്പോൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായത് ഈ ക്രോക്കറി ഷെൽഫ് ഇവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് പാത്രങ്ങളെല്ലാം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാ ഗ്രീനറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീപ്പേഴ്സ്, ഫേക്ക് ക്രീപ്പേഴ്സ് ഇല്ലേ, ഗ്രീന് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു നമ്മളെ ഡ്രോയർ പ്ലാസ്റ്റിക്കിൻ്റെ, അതിൻ്റെ അകത്തും ഗ്ലാസ്, പിന്നെ നമ്മളെ പുഡിങ്ങൊക്കെ കഴിക്കാൻ പറ്റുന്ന ഇതില്ലേ, ബോൾസില്ലേ, അതൊക്കെ ഞാൻ ആ ബൗളെല്ലാം ഇതിൻ്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഈ കവറില്ലേ, ഇത് ഞാൻ പിന്നെ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുപോലെ ആ ലെമണിൻ്റെ വാസ് ഉണ്ട് യെല്ലോ, അതും ഞാൻ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഇതെന്താ പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഹോളൊന്നും ഇടാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം പറഞ്ഞത്. പിന്നെ ഇത് ഓയിൽ ഡിസ്പെൻസർ, 2 ഓയിൽ ഡിസ്പെൻസേഴ്സായത്, അതും ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഈ കബേർഡിൻ്റെ അടിയിൽ വെച്ച ലൈറ്റില്ലേ, അത് നമുക്ക് പിന്നെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ അതുമല്ല, ഇവിടെ ഇതില്ലായിരുന്നു, കണക്ഷൻ ഇല്ല ഇലക്ട്രിക്കിൻ്റെ. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ് എനിക്ക് പറഞ്ഞു തന്നത്, മമ്മി ഇങ്ങനൊരു സംഭവമുണ്ട്, നമുക്ക് ബാറ്ററിയിൽ മമ്മിക്ക് ഓൺ ചെയ്യാനും പറ്റും, പിന്നെ ലൈറ്റ് ഇടാനും പറ്റും, അതുകൊണ്ട് മമ്മി അത് വാങ്ങിച്ചോ. അങ്ങനെ അവൾ വാങ്ങിച്ചെന്നത് എനിക്ക്. ഇത് സിങ്ക്. ഇത് ഈ സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഓയിലിൻ്റെ ഒരു ഡിസ്പെൻസർ തന്നെയാണ്. അതും ഞാൻ സൗദിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ഇതിലെല്ലാം മിക്കതും ഞാൻ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾ ആദ്യമേ കണ്ടതും ആയിരിക്കും. പക്ഷേ പിന്നെ കിച്ചൻ്റെ മേക്ക് ഓവർ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത്. പിന്നെ ഇതൊരു സംഭവമുണ്ട്, കണ്ടോ? ഇതെന്താ സാധനം എന്നറിയോ? നമുക്ക് എഗ്ഗില്ലേ, എഗ്ഗിൻ്റെ യോക്കും എഗ് വൈറ്റും പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ നല്ല ഈസി ആയിട്ട് പറ്റും. പിന്നെ ഈ സാധനം, ഈ പാത്രം നമുക്ക് പിന്നെ സിറപ്പൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു കാര്യം. പിന്നെ ഇതൊരു ചെറിയൊരു സോസ് ബോൾ. പിന്നെ ഒരു ചെറിയൊരു ഐക്കേൻ്റെ ഒരു ഡസ്റ്റ്ബിനും കൂടിയും വെച്ചിട്ടുണ്ട് ഇവിടെ. മാറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സെർവിങ് പ്ലാറ്റേഴ്സ്, മറ്റേ സ്നാക്സ് എല്ലാം
സെർവ് ചെയ്യുന്ന പാത്രം പ്ലേറ്റുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേ. ഇതൊന്ന് നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എപ്പോഴും പഴയതിൽ തന്നെ കഴിക്കാൻ എനിക്ക് ഒരു എന്നിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഒന്ന് ഇത്, പിന്നെ ഒന്ന് ഇത്, പിന്നൊന്ന് ഇത്. നെക്സ്റ്റ് ഇതൊന്ന്, പിന്നെ ഇതൊന്ന്, ഇതൊന്ന്, ഇതൊന്ന്. ഞാൻ നെക്സ്റ്റ് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ചും കൂടി പാത്രങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ചെറിയ വീഡിയോ എൻ്റെ കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് ഇടണം. പിന്നെ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ബൈ.